നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ശ്രുതി ഇന്ന് ബീരാന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുന്ന ഉറപ്പായ സമയത്ത് ശ്രുതി 18ാമത്തെ അടവും പയറ്റിയാണ് ബീരാനോട്. സ്വന്തം പെങ്ങളുടെ മകന്റെ കല്യാണത്തിന് പോലും ഒത്തുചേരാൻ പറ്റാത്ത വിധം ബീരാനെ ട്രാപ്പിലാക്കാണ് ശ്രുതി. കൂട്ടുകാർ, ഇന്നത്തെ ചെമ്പനിരപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാർ അശോകന്റെ മോളുടെ കല്യാണമാണ്. കല്യാണം കഴിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ച ബീരാൻ എന്ന് പറയുന്ന ജയരാജിന്റെ പെങ്ങളുടെ മകനാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ കല്യാണത്തിന്റെ ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും വന്നിട്ട് ബീരാൻ ഇങ്ങനെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളിയൻ പറയുന്നുണ്ട്, അളിയാ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ ഓടി നടക്കല് പറയുമ്പോൾ എൻ്റെ മോൻ്റെ കല്യാണമല്ലേ ഞാൻ നടക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ ഇങ്ങനെ ഓടി വണ്ടി നടക്കുന്നുണ്ട്. ഈ സമയത്താണ് പെട്ടെന്ന് രവീന്ദ്രനും കുടുംബമൊക്കെ കല്യാണത്തിന് വന്ന അശോകൻ അവരെ ചെന്ന് സ്വീകരിക്കണു, ആനയിച്ചിരുത്തണു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ബീരാൻ പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ അശോകനോട് ചോദിക്കുകയാണ്, ഇത് ആരോ ചോദിക്കുമ്പോൾ എൻ്റെ ഉറ്റ കൂട്ടുകാരനാണ്, ഞങ്ങളൊരു കുടുംബം പോലെയാണ് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബീരാൻ ആകെ പെടുകയാണ്. ഈശ്വര ദൈവമേ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എന്നെ കണ്ട പെടില്ലോ, എന്തായാലും കിച്ചണിൽ പോയി ഒളിക്കാന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ പണി ചെയ്യുന്ന ആളുകളുടെ കൂടെ ബീരാൻ നിൽക്കുകയാണ്. പക്ഷേ എത്ര നേരം കിച്ചണിൽ നിൽക്കാൻ പറ്റും, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ടേ, എന്തായാലും ശ്രുതിനെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങി ബീര ശ്രുതിനെ വിളിക്കാനാണ്. പക്ഷെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. ശ്രുതിയാണ് മേക്കപ്പ് ചെയ്യണ ബ്യൂട്ടീഷ്യനായിട്ട് കല്യാണപ്പെണ്ണിന് വന്നേക്കണത്. പിന്നെയും ബീരാൻ വിളിക്കുമ്പോൾ ശ്രുതി ഫോൺ എടുക്കണേ. ബീരാനാണല്ലോ, എന്തിനാ ഇയാൾ ഈ സമയത്ത് വിളിക്കാൻ വെച്ചിട്ട്, മോളെ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുക്കണം. എന്തിനാ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ, ഞാൻ എത്ര നേരമായി വിളിക്കണം, നീ എന്താ ഫോൺ എടുക്കാത്ത ചോദിക്കുമ്പോൾ പറയണം, ഞാനിവിടെ മേക്കപ്പ് ചെയ്യല്ലേ, എനിക്കിവിടെ ഒരു ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ വന്നേക്കാ പറയുമ്പോൾ, നീ ഇപ്പോൾ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിലുണ്ട് ശ്രീനന്ദയിൽ പറയുമ്പോൾ, ഞാനും ശ്രീനന്ദയിലുണ്ട് പറയും. ശ്രീനന്ദയിലോ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന കല്യാണത്തിന് എന്ന് പറയുമ്പോൾ പറയും, നീ എവിടെ മേക്കപ്പ് റൂമിലല്ലെന്ന്, ഞാൻ അങ്ങോട്ട് വരാൻ പറയുമ്പോൾ, വേണ്ട 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 ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്ന ശ്രുതി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് രേവതി കയറി വരുന്നത്. അപ്പോൾ രേവതി ഇങ്ങനെ സംശയമായിട്ട് ഇങ്ങനെ നോക്കണം ശ്രുതിനെ. അപ്പോൾ ശ്രുതി രേവതി അവിടേക്ക് വരുന്നത് കണ്ടിട്ടാണ് ബീരാനോട് മേക്കപ്പ് റൂമിലേക്ക് വരണ്ട, ഞാൻ പുറത്തേക്ക് വന്നോളാന്ന് പറയണത്. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ശ്രുതി പറയും, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചാടാണത്. കാണുമ്പോൾ രേവതി ഇങ്ങനെ സംശയത്തോടു കൂടിയാണ് നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കല്യാണപ്പെണ്ണോട് പറയണ, മോള് സുന്ദരി ആയിണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണ ശ്രുതി ഇങ്ങനെ നോക്കിയിട്ടുമ്പോൾ ബീരാനെ കാണില്ല. ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കാണാനില്ല. ശ്രുതി ഇങ്ങനെ ഇയാൾ എവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പണ സമയത്ത് പെട്ടെന്ന് പിന്നാലെ രേവതിയും ഹർഷയും കൂടി വരികയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ശ്രുതി പെട്ടെന്ന് മുകളിൽ ബീരാൻ നിൽക്കേണ്ടത് കാണും. പക്ഷെ അയാളെ വിളിക്കുമ്പോഴേക്ക് രേവതിയും ഹർഷയും വരികയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ശ്രുതി കിടന്ന് പരുങ്ങാണ്. അപ്പോൾ പറയാണ്, ശ്രുതി വാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറയണ രേവതി. അയ്യോ എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം. അപ്പോൾ എന്താ നിനക്കൊരു ടെൻഷൻ പോലെ ചോദിക്കുകയാണ്. അപ്പോൾ ടെൻഷനൊന്നുമില്ല, നിങ്ങൾ പോയി കഴിച്ചോ, എനിക്ക് അർജൻറ്റായിട്ട് കുറച്ചും കൂടി പണിയുണ്ട് പറയുമ്പോൾ, നിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കേണ്ട രേവതി. അല്ലല്ല, എനിക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരെ കണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണ് ബീരാൻ എന്ന് പറയുന്നത് ജയരാജ്. എന്നിട്ട് രേവതി പറയാം, എന്തോ പ്രശ്നം ഉണ്ടല്ലോ പറയണ, പരസ്പരം ഉണ്ട്, എന്തോ ശ്രുതി ചേച്ചിക്ക് എന്തോ ടെൻഷൻ ഉണ്ട് രേവതി ചേച്ചി എന്ന് പറയണം. എന്തേലും ആവട്ടെ, എന്നാൽ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാലേക്കുമ്പോൾ വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറയണം. ഈ സമയത്ത് രവീന്ദ്രനും സച്ചിയും ശ്രീകാന്തും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി, രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് വെട്ടി വിഴുങ്ങാണ് ആര്, നമ്മുടെ സുധീനെ കാണാല്ലേ പറഞ്ഞ് അന്വേഷിക്കുമ്പോൾ സുധി ഇരുന്ന് ഇഡ്ഡലി ഉഴുന്നോടി അടിച്ച് മിന്നിക്കാണ്. ദേ സുധിയേട്ടൻ ഇരിക്കണോ, ഫുഡ് കണ്ട സുധിയേട്ടന് പിന്നെ ആരുടെയും നോട്ടമില്ല എന്നൊക്കെ പറയണം. അങ്ങനെ സുധി ഫുഡ് കഴിക്കണോടത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. എടാ മെല്ലെ കഴിക്കടാന്ന് പറയണം, എനിക്ക് വിശന്നപ്പോൾ ഞാൻ വേറെ ഒന്നും ഓർത്തില്ല, ഫുഡ് കഴിക്കാൻ വന്നതാന്ന് പറയാണ് സുധി. അപ്പോൾ ഇവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് ബീരാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബീര അങ്ങനെ വരുമ്പോഴാണ് ഇവരെ കണ്ടോ, ഇവർ അടുക്കളയിൽ എത്തിയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതിയും ഹർഷയും കൂടി അവിടെ നിന്ന് പോയ സമയത്ത് ശ്രുതി വീണ്ടും ബീരാനെ തപ്പിപ്പോവാണ്. ബീരാനെ തപ്പിപ്പോണ സമയത്ത് ബീരാൻ ശ്രുതിനെ അവിടെ നിന്ന് വിളിക്കാൻ, ഇവിടെ ഉണ്ടെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ വേറൊരു ചേച്ചിയാണ് ശബ്ദം കേട്ടിട്ട് പോണത്. നീ എന്തിനാടാ എന്നെ വിളിച്ചത്, നിനക്ക് നാണല്ലേടാ പട്ടി, നീ വിളിക്കണോടത്തേക്ക് വരാനുള്ളതല്ല ഞാനെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി വന്നിട്ട്, ഒന്ന് പോയി പെണ്ണുമ്പിള്ളേ എന്നിട്ട് ബീരാനെ വിളിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് പറയണം, ബീരാനെ നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോൾ, പിന്നെ ഞാനിവിടെ വേണ്ടേ, ദയവ് ഇതിവിടെ ആരെങ്കിലും കാണുന്നതായിട്ടുള്ള പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോകണം പറയണം ശ്രുതി. അത് നടക്കില്ല ശ്രുതി. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ, എൻ്റെ പെങ്ങളുടെ മോനാണ് അശോകൻ്റെ മോളെ കല്യാണം കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടാണ്. ഈശ്വര പെട്ടല്ലോ എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ബീരാൻ പറയണം, എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ മോനെ പോലെ ഞാൻ വളർത്തിയത് ഫെബിനെ, ഒരിക്കലും ഫെബിൻ്റെ കല്യാണത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല ശ്രുതി എന്നൊക്കെ പറയണം. അപ്പോൾ ബീരാനെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, കുറച്ച് നേരം നിങ്ങളൊന്ന് മാറിക്കും, ഇവരൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറയണം. എന്നിട്ട് ശ്രുതി അങ്ങനെ ബീരാൻ്റെ കാല് പിടിക്കുമ്പോൾ ബീരാൻ പറയണം, എഴുന്നേക്ക് പറയണം. അപ്പോൾ ശ്രുതി എഴുന്നേക്ക് പറഞ്ഞാൽ, ദയവ് ഇത് ബീരാനെ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം
ചോദിക്കുമ്പോൾ പറയണേ നീ എന്ത് പണ്ടും കാലം ശ്രുതി എനിക്കിതൊന്നും ഒഴിവാകാൻ പറ്റില്ല പറയുമ്പോൾ എന്നാൽ ശരി നിങ്ങൾ പോവണ്ട, നിങ്ങൾ കിച്ചണിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പോയി നിൽക്കുക പറയുമ്പോൾ ശരി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം പെങ്ങളുടെ മകൻ്റെ കല്യാണം കൂടാൻ പോലും ശരിക്കും പറ്റാതെ ഒരു നിസ്സഹായനായിട്ട് നിൽക്കണം മനുഷ്യൻ പറയാണ് എന്താ ചെയ്യാൻ, ഞാൻ നിന്നെ സഹായിച്ചതിൻ്റെ കുറ്റത്തിലല്ലേ എനിക്കിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ശ്രുതി, ഇത് കുറച്ച് കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പോവാണ്. അപ്പോൾ ശ്രുതി രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. രേവതിക്ക് ഇങ്ങനെ എന്തോ ഒരു സംശയമുണ്ട്, നമ്മുടെ ശ്രുതിയുടെ നീക്കത്തിൽ രേവതി ഇങ്ങനെ സംശയിച്ചിട്ടാണ് ഇരിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് വർഷ ഫോൺ തോണ്ടി നിൽക്കുകയാണ്. വർഷ ഫോൺ തോണ്ടിക്കുന്ന സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ നോക്കി വരുമ്പോൾ വർഷ നീ എന്താ ഇവിടെ നിൽക്കണം ചോദിക്കുമ്പോൾ നിൻ്റെ കൂടെയുള്ള പുന്നാര ചേച്ചി അവിടെ വയ്ക്കുമ്പോൾ രേവതി ചേച്ചി ഇപ്പോൾ വരും, ഞാൻ ചേച്ചീനെ കാത്തിട്ട് നിൽക്കണമെന്ന് പറയണം. അങ്ങനെ പണ്ട് ഇങ്ങനെ തിരുമ്പോൾ വർഷ പറയണം അയ്യോ ആൻറ്റിയുടെ സാരി കാണാൻ എന്ത് ഭംഗിയാ പറഞ്ഞ പുകത്താണ് ചന്ദ്രമതിനെ, ഒന്ന് പോ വർഷ. അതെ ആൻറ്റി എന്ത് രസം, ആൻറ്റി എന്നത്തേക്കാട്ടിലും സുന്ദരിയായിട്ട് ഇന്നിപ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളുടെ കണ്ണും ആൻറ്റിയുടെ മേത്തായിരിക്കും, ആൻറ്റിയാണ് ഇന്നത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സാരി ഇട്ടിട്ടുള്ള ആളെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിനെ വാനോളം പുകത്താണ് വർഷത്തെ കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പൊങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ആണോ ഷോ എനിക്ക് വയ്യ, എന്നെ കൊണ്ട് തോറ്റു എന്നൊക്കെ അങ്ങനെ പറയണം. ആൻറ്റി ഞാൻ ആൻറ്റിയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ, ഓ എന്നെ കൂടെ കുറേ പേര് ഫോട്ടോ എടുക്കാൻ നോക്കിയതാ, ഞാൻ സമ്മതിച്ചില്ല, മോൾ എന്തായാലും ഒരു കാര്യം മോൾ ഫോട്ടോ എടുത്തോ, നീ പറഞ്ഞ എങ്ങനെ സമ്മതിക്കാതിരിക്കാൻ, നീ എൻ്റെ മരുമോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇരുന്നിട്ട് വിവിധ പോസിലുള്ള ഫോട്ടോസ് എടുക്കും. അപ്പോൾ ആൻറ്റി രേവതി ചേച്ചിയുടെ മുഖം വെറുപ്പിക്കുന്ന പോലെ എന്തെങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിനെ കൊണ്ട് വിവിധ പോസുകളിൽ വർഷ ഫോട്ടോ എടുപ്പിക്കണം. വർഷ ഫോട്ടോ എടുപ്പിക്കുമ്പോൾ മറ്റേ ബീരാനെ പറഞ്ഞു വിട്ട സമാധാനത്തോടെ ഒരു കയറി വരാണ് ശ്രുതി. അപ്പോൾ ശ്രുതി വരുമ്പോൾ ചന്ദ്രമതി പറയണത് ശ്രുതി ഇവിടെ വാ മോളെ പറയണം. അപ്പോൾ എന്താ ആൻറ്റി ചോദിക്കുമ്പോൾ വാ ഒരു ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ വേണ്ട ആൻറ്റി പറയുമ്പോൾ എന്താ ശ്രുതി ചേച്ചിയുടെ ടെൻഷൻ മാറിയില്ലേ, ശ്രുതി ചേച്ചി ആകെ വേർക്കുണ്ടല്ലോ പറയണം വർഷ. എനിക്കോ ടെൻഷനൊന്നുമില്ല വർഷേ എന്ന് പറയണ ശ്രീ. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക എന്താ മോളെ ടെൻഷൻ എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്നാൽ വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ചന്ദ്രമതിയും ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും കൂടി ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരികയാണ് നമ്മുടെ രേവതി ഇങ്ങനെ വരികയാണ് ഈ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട്. പക്ഷേ ശ്രുതിയുടെ പെരുമാറ്റത്തിൽ രേവതിക്ക് നല്ല സംശയമുണ്ട്. രേവതി ശ്രുതിനെ വാച്ച് ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത്. സ്വന്തം പെങ്ങളുടെ മോൻ്റെ കല്യാണമായിട്ട് കൂടി അത് കല്യാണം ശരിക്കും കൂടാൻ പറ്റാതെ ശ്രുതിയെ സംരക്ഷിച്ചതിൻ്റെ ശ്രുതിക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിൽ ഒരു പാവം മനുഷ്യനെ വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ തമ്മിൽ കാണുമോ, അതായത് ഇന്നത്തെ അല്ല നാളത്തെ എപ്പിസോഡിൽ ഇവരെല്ലാവരും തമ്മിൽ കൂട്ടിമുട്ട ബീരാൻ്റെ കള്ളക്കഥകളൊക്കെ പുറത്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ചെറുതായിട്ടാണ് ഞാൻ ഇന്നത്തെ കഥ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ കൂട്ടുകാരോട് പറയാം, എനിക്ക് 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.